എല്ലാവർക്കും സ്റ്റീൽ ദ ഫ്ലേവറിലേക്ക് സ്വാഗതം. നമുക്ക് മൈദ, മുട്ട, ബട്ടർ, ഓയിൽ, ബേക്കിംഗ് പൗഡർ, വാനില എസൻസ് ഒന്നും ഇല്ലാണ്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. അതിനായിട്ട് നമുക്കൊരു മിക്സിംഗ് ബൗളിലോട്ട് ഒരു 1/4 കപ്പ് പാൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനകത്തോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കണം. നെയ്യ്ക്ക് പകരമായിട്ട് ഓയിലോ ബട്ടറോ വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇനി ഇതിനകത്തോട്ട് ഒരു 1/4 കപ്പ് തൈര് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഒരു 1/4 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഈ 1/4 കപ്പ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും. അപ്പോൾ കുറച്ച് മധുരം കുറവ് വേണ്ടുന്നവർ ഒരു 1/2 കപ്പ് ഉപയോഗിച്ചാൽ മതിയാവും. ഇതൊന്ന് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ട് നമുക്ക് ഇതിനകത്തോട്ട് റവ ചേർത്ത് കൊടുക്കണം. ഞാൻ 1 കപ്പ് വറുത്ത റവ എടുത്തിട്ടുള്ളത്, അത് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഞാനകത്ത് വാനില എസൻസ് ചേർത്തിട്ടില്ല. നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ വാനില എസൻസ് ഇല്ലെങ്കിൽ നമുക്ക് ഏലക്കയുടെ ഫ്ലേവർ ഇഷ്ടമുണ്ടെങ്കിൽ അത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനകത്ത് ചേർക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 2 ടേബിൾ സ്പൂൺ ടൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് ഒരു 1/4 ടീസ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. മൈദയ്ക്ക് പകരം ഗോതമ്പ് പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഇതും കൂടി നമ്മുടെ കേക്കിൻ്റെ ബാറ്ററിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്നും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു കേക്ക് ടിന്നിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ കേക്ക് ടിൻ തന്നെ വേണമെന്നില്ല, നമുക്ക് സ്റ്റീലിൻ്റെ പാത്രമോ അലൂമിനിയത്തിൻ്റെ വേറെ ഏത് പാത്രം വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഒരു 6 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ സൈഡിലെല്ലാം നെയ്യ് തൂത്ത് കൊടുത്തിട്ട് ഒരു പാഷ്മെൻറ്റ് പേപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പാഷ്മെൻറ്റ് പേപ്പർ വെക്കണമെന്നില്ല, നമുക്കിതിന് പകരമായിട്ട് വേണമെങ്കിൽ മൈദ ഡസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ മുന്നുള്ള വീഡിയോകളിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ അതൊന്ന് നോക്കിക്കോളാം. അപ്പോൾ കേക്കിൻ്റെ ബാറ്ററെല്ലാം ഒഴിച്ച് നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്കറിനകത്തോട്ട് വെച്ച് കൊടുക്കാം. ഞാൻ ഈ കുക്കർ ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കുക്കറിന് വിസിലിട്ടിട്ടില്ല, പക്ഷേ ഞാൻ ഗ്യാസ്കറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കുക്കറിലല്ലാണ്ട് നമുക്ക് സാധാരണ പാത്രത്തിൽ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ മുമ്പ് ഞാനത് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇനി ഞാൻ ഈ കുക്കറിനകത്ത് ഒരു തിരികെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ പാത്രം ഡയറക്റ്റ് ഈ കുക്കറിൽ തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നത്. ഇതിനകത്തോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന ആ കേക്കിൻ്റെ മിക്സ് ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഈ കുക്കർ മൂടി വെച്ചിട്ട് ഇതൊരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 20 മുതൽ 25 മിനിറ്റ് വരെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതൊരു 25 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊരു സ്ക്യൂർ എന്തെങ്കിലും ഇൻസേർട്ട് ചെയ്ത് വെക്കുമ്പോൾ അത് നല്ല ക്ലീൻ ആയിട്ട് വരണം. അപ്പോൾ നമ്മുടെ കേക്ക് നല്ല റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി ഈ കേക്കിൻ്റെ സൈഡിൽ കൂടി ഒരു നൈഫ് ഒന്ന് ഇങ്ങനെ ഓട്ടിച്ചു കൊടുത്താൽ നമുക്ക് ഈ കേക്ക് പെട്ടെന്ന് ഇളക്കിയെടുക്കാൻ പറ്റും. ഇനി ഇതൊരു പാത്രത്തിനകത്തോട്ട് കമത്തി കൊടുക്കാം. എന്നിട്ട് ഈ പാഷ്മെൻറ്റ് പേപ്പർ അങ്ങ് ഇളക്കി മാറ്റാം. ഇപ്പോൾ ഇതിൻ്റെ സൈഡിലൊക്കെ ഈ കറുപ്പ് കളറിൽ കാണുന്ന നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ടൂട്ടി ഫ്രൂട്ടിയാണ്. നമുക്ക് ഈ കേക്ക് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. നന്നായിട്ട് കുക്കായിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള നല്ലൊരു കേക്കാണ്. നമ്മൾ സാധാരണ കഴിക്കുന്ന മൈദ കേക്കിൻ്റെ ടേസ്റ്റ് ആയിരിക്കത്തില്ല, കുറച്ച് വേറൊരു ടേസ്റ്റ് ആയിരിക്കും, പക്ഷേ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ സാധാരണ ചെയ്യുന്ന കേക്കിനെക്കാളും കുറച്ചുകൂടി ഒരു ഹെൽത്തിയർ വേർഷനാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യാനും കമൻറ്റ്സ് അറിയിക്കാനും മറക്കരുത്. താങ്ക്